മഴക്കാലമായതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല എൻ്റെ കഴുത്തുനിന്ന് തോൾ മുതൽ വളരെ വേദന എടുക്കുകയാണ്. പുറം ഭാഗത്തിനും ഭയങ്കര വേദനയുണ്ട്. കൈക്കുള്ളിലൂടെ ഒരു സൂചി കുത്തുന്നത് പോലെ വേദന തോന്നുന്നു. അതുപോലെ വിരലുകൾക്കും മരവിപ്പും തോന്നുന്നു. ഇങ്ങനെ പലരും എൻ്റെ അടുത്ത് ജിമ്മിൽ വന്ന് പറയാറുണ്ട്. ഇനി ഇത് ജിമ്മും വർക്കൗട്ടും കൊണ്ട് ഉണ്ടായതാണോ എന്ന് പോലും അവർ ചോദിക്കാറുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ടാവാം. മെയിനായിട്ട് നമ്മുടെ മസിൽസിൻ്റെ ഉള്ളിൽ നീർക്കെട്ട് ഇറങ്ങുന്നതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ജിമ്മിൽ പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സഡൻ ഹെവി ലിഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കറക്റ്റ് പൊസിഷൻ എടുക്കാതെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ഓവർ വെയ്റ്റോ സ്ട്രഗിളോ സ്ട്രെയിനോ ആയിരിക്കാം മസിൽസിന് ഇങ്ങനെ നീർക്കെട്ട് വരാനുള്ള കാരണം. അത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും സ്ഥിരമായി ഡ്രൈവിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെയൊരു പ്രോബ്ലം കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കിടക്കുമ്പോൾ രാത്രിയിൽ തലയിണയുടെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിലും ഇതുപോലെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇനി എന്താണ് ഇതിനുള്ള റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സഹിക്കാവുന്ന പെയിൻ ആണെങ്കിൽ നിങ്ങളൊരു ഐസ് പാക്ക് എടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞ് പെയിൻ എവിടെയാണോ അവിടെ ഒന്ന് വെച്ച് കുറച്ച് നേരം ഐസ് പാക്ക് വെച്ചുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ മസിൽ റിലീഫിങ് ക്രീമുകൾ കിട്ടും, അത് ഉപയോഗിക്കുക. പക്ഷേ ചൂട് വയ്ക്കുകയോ വലിച്ച് ഉരുട്ടി തിരുമുകയോ ചെയ്ത് നിങ്ങളുടെ മസിൽ പെയിൻ കൂട്ടുകയുള്ളൂ. ഞാൻ ഇത്രയും കൃത്യമായി പറയാൻ കാരണം ഈ അടുത്ത കാലത്തായി എനിക്ക് ഇതുപോലുള്ളൊരു പ്രശ്നം ഉണ്ടായി. ഞാനൊരു ഓർത്തോപീഡിക് സർജനെ പോയി കണ്ടപ്പോൾ അദ്ദേഹമാണ് ഈ റീസൺസും ഇതിനുള്ള റെമഡിയും പറഞ്ഞു തന്നത്. ഇനി ഇതിലും സഹിക്കാവുന്നതിലപ്പുറമാണ് നമ്മളുടെ പെയിനെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. വേണ്ടി വന്നാൽ ഫിസിയോതെറാപ്പിയും ചെയ്യുക. ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ് എന്ന് കരുതി നിങ്ങൾക്ക് ജിമ്മിലെ വർക്കൗട്ട് ട്രെയിനിങ്ങോ വെയ്റ്റ് ട്രെയിനിങ്ങോ ഒന്നും മുടക്കേണ്ടതില്ല. സാധാരണ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒരല്പം കൂടി സൂക്ഷിച്ച് കുറച്ച് വെയിറ്റ് എടുത്ത് ചെറിയ രീതിയിൽ പ്രോഗ്രസീവായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ ബൈ.